ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇതെന്താ മനസ്സിലായോ? ഇത് മരത്തേലൊക്കെ കാണുന്ന കൂണാണ്. അത് ഞാൻ പറിച്ചുകൊണ്ട് വന്നൊന്ന് ഉണക്കിയെടുത്തു. കാരണം ആ കണ്ട ഭാഗമില്ല, അത് നമ്മളിങ്ങനെ ആ വൈറ്റ് കളറിലിരിക്കുന്ന അധികം ഉണങ്ങാത്ത ഭാഗമാണ്. ഇപ്പോൾ ഉണങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ഡ്രൈ ആയിട്ട് കിട്ടും. എന്നിട്ട് ഞാനത് ഉണങ്ങിയതിന് ശേഷം ഒരു തുണിയൊക്കെ വെച്ച് അതിനൊന്ന് ക്ലീൻ ചെയ്തെടുത്തു. കാരണം ഒത്തിരി പൊടിയൊക്കെ ഉണ്ടാവും അതിൻ്റെ ഉള്ളിലും പുറത്തൊക്കെ ആയിട്ട്. എന്തിനാണ് ക്ലീൻ ആക്കിയത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് കണ്ടപ്പോൾ എനിക്കൊരു ഐഡിയ വന്നു. അപ്പം ഞാൻ കുറച്ച് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള യെല്ലോ കളർ പെയിൻ്റൊക്കെ എടുത്ത് അടിച്ചിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നമ്മുടെ കോളാമ്പിപ്പൂവില്ലേ മഞ്ഞ കളറിൽ, അതാണ്. അപ്പോൾ അതുപോലെ ഒന്ന് മേക്ക് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാൻ എടുത്തത്. ഞാൻ അങ്ങനെ എല്ലാ കൂണും നന്നായിട്ട് കളർ ചെയ്തെടുത്ത് വെച്ചു. കോളാമ്പിപ്പൂവിൻ്റെ ഷേപ്പിലുള്ളതൊക്കെ ഞാൻ ഏതാണ്ട് മഞ്ഞ അടിച്ചു. അല്ലാതെ കുറച്ച് ഷേപ്പ് വ്യത്യാസമായിട്ടുണ്ടായിരുന്ന കൂണൊക്കെ ഞാനൊരു പിങ്ക് കളർ അടിച്ചു കൊടുത്തു. ചെറിയൊരു ഫ്ലവർ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. അങ്ങനെ ഞാൻ ഓൾമോസ്റ്റ് പെയിൻറ്റിങ് പണിയൊക്കെ കഴിഞ്ഞു. എല്ലാം ഡ്രൈ ആക്കാൻ വേണ്ടി വെച്ചു. അല്ല നമ്മളെ കയ്യിലൊക്കെ ആകുമല്ലോ. നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് അവിടെ നന്നായിട്ട് ഉണങ്ങട്ടെ. നല്ല ഭംഗിയില്ലേ ഇതിങ്ങനെ ഇരിക്കുന്ന കാണാൻ? ഇനി നമുക്ക് വേണ്ടത് ഇത് ചെറിയൊരു ബൊക്ക പോലെ സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് കുറച്ച് സ്റ്റെം എന്തെങ്കിലും വേണം. അപ്പോൾ അതിന് പകരം ഞാനൊരു ഉണങ്ങിയ മരത്തിൻ്റെ ചില്ല എടുത്തത്. അത് വെച്ചിട്ട് ഞാൻ വിചാരിച്ചു അതിനകത്ത് ഇങ്ങനെ ഓരോ ഫ്ലവറും കമ്പിയിട്ട് കെട്ടാമെന്ന് വിചാരിച്ചു. കമ്പി ഇട്ടിട്ട് ഞാനിങ്ങനെ ടൈറ്റായിട്ട് കെട്ടി. ഒരു കൗതുകം കൊണ്ട് മാത്രം ഞാനിങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. ഈ കൂണെന്ന് വെച്ചാൽ പെട്ടെന്ന് ചീത്തയായി പോകുന്ന സാധനമാണ്. കുറച്ച് ദിവസം കഴിയുമ്പം തന്നെ അത് പൊടിഞ്ഞൊക്കെ പോകും. എന്നാലും അത് കണ്ടപ്പോൾ എന്തോ അങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ഏതാണ്ട് ഓരോ ടിഗിലും അതങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്ത് കമ്പി വെച്ചിട്ട് അപ്പം ഒരു ചെറിയൊരു ബൊക്ക പോലെ ഞാൻ ആക്കിയെടുത്തു. ശരിക്കും നല്ല കോളാമ്പിപ്പൂ പോലെ തന്നെയില്ലേ? നിങ്ങൾക്കും ഇതിഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബേസിലോട്ട് ഇതിങ്ങനെ ഇറക്കി വെക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ആ ടിക്സിലൊക്കെ ഗ്രീൻ ടേപ്പ് ഒട്ടിച്ചിട്ട് അല്ലാതെ എവിടെയെങ്കിലുമൊക്കെ വെക്കാം. ഞാൻ പിന്നെ ഇതിനകത്ത് ഒരുപാടൊന്നും ചെയ്യാൻ വലിയ ഇൻട്രസ്റ്റ് തോന്നാത്ത കാരണം ഇത് കുറച്ച് ദിവസം മാത്രമേ നിൽക്കുകയുള്ളൂ. ആ കൂണ് മൊത്തം പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഓവറായിട്ട് അതിനെ ഡെക്കറേറ്റ് ഒന്നും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. പെയിൻ്റൊക്കെ അടിക്കുകയോ അല്ലെങ്കിൽ ക്രേപ്പ് പേപ്പറോ എന്തെങ്കിലുമൊക്കെ ചുറ്റി കൊടുക്കുക. അല്ലെങ്കിൽ നമ്മളുടെ ഗ്രീൻ ടേപ്പ് ആയാലും മതി. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ നമ്മുടെ ഗ്രീൻ ടേപ്പ് എടുത്ത് ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് വലിച്ച് ടൈറ്റാക്കിയിട്ട് കൊടുക്കാം നമുക്ക്. ഒരുപാട് എക്സ്പെൻസീവായ രീതിയിൽ ഇതിനൊന്ന് മേക്ക് ഓവർ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കേണ്ട. കാരണം ഇത് കുറച്ച് ദിവസം മാത്രമേ നിൽക്കുകയുള്ളൂ. അത് മുഴുവനായിട്ട് പൊടിഞ്ഞു പോകും. അപ്പം ഞാനതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഭംഗിയൊന്നും ആക്കുന്നില്ല. പക്ഷെ അത് കണ്ടപ്പോൾ ഒരു കൗതുകം കൊണ്ട് മാത്രം ഉണ്ടാക്കിയതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇത് കാണുന്ന നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ പുതിയ പുതിയ ക്രിയേറ്റിവിറ്റികളൊക്കെ ഉണ്ടാവട്ടെ. നിങ്ങൾക്കിത് ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ്ഡ് വാലൻറ്റൈൻസ് ഡേ ആശംസകൾ. എന്തായാലും ഒറ്റ നോട്ടത്തിൽ നല്ല ഒറിജിനൽ കോളാമ്പിപ്പൂ പോലെയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? എനിക്കും അങ്ങനെ തോന്നിയത് കൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയത്. അപ്പോൾ ബൈ.